Hi, I am Sharutian, first year MCA student at Department of Information Technology. So my seminar topic is Introduction to Matrix, its type and its operations. So let's begin. First one, what is a matrix? Matrix is a rectangle array of number, symbols or expression arranged in rows and columns. മാട്രിക്സ് എന്ന് വെച്ചാൽ റെക്ടാങ്കിൾ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. അത് അറേഞ്ച് ചെയ്യുന്നത് റോസ് ആൻഡ് കോളംസിലായിരിക്കും. പിന്നെ ദേ ആർ ദ ഫണ്ടമെന്റൽ ടൂൾ ലീനിയർ ആൽജിബ്ര. അത് ലീനിയർ ആൽജിബ്രയിലെ ഫണ്ടമെന്റൽ ടൂൾ ആയിരിക്കും. അതായത് ലീനിയർ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാനും സോൾവ് ചെയ്യാനും ഈ മെട്രിക്സ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റോറേജ് മാനേജ് ഡാറ്റ, അതായത് ബിഗ് ഡാറ്റ സെറ്റിനെ കോമ്പാക്ട് ഫോമായി സ്റ്റോർ ചെയ്യും. പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും ആനിമേഷനിലും ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനും ഈ മെട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ കൊടുത്തിരിക്കുന്ന മെട്രിക്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് ഓർഡർ നോക്കാം. ദ സൈസ് ഓഫ് മെട്രിക്സ് ഇസ് ഡിഫൈൻഡ് ബൈ റോസ് ആൻഡ് കോളംസ്. അതായത് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്ര റോസ് എത്ര കോളം ഉണ്ട് എന്ന് സ്പെസിഫൈ ചെയ്യാനാണ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് m ഇൻറ്റു n എന്നായിരിക്കും, പക്ഷെ റീഡ് ചെയ്യുന്നത് m/n എന്നായിരിക്കും. ഈ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസും n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. ഈ നൊട്ടേഷൻ മെട്രിക്സിന്റെ സ്ട്രക്ചറിനെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഓർഡർ എന്ന് പറയുന്നത് മെട്രിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ഈ ഓർഡർ ആണ് മാട്രിക്സിന്റെ ഷേപ്പും സൈസും ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഓർഡർ നോക്കിയിട്ടാണ് രണ്ട് മാട്രിക്സ് തമ്മിലുള്ള ഓപ്പറേഷൻ, അതായത് എഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. അടുത്തത് എലമെന്റ്സ് ആണ്. എലമെന്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സിൻ്റെ ഉള്ളിലെ വാല്യൂ ആണ്. ഈ എലമെന്റിന്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്നത് AIJ എന്ന് വെച്ചാണ്. I എന്ന് പറയുന്നത് റോ നമ്പറും J എന്ന് പറയുന്നത് കോളം നമ്പറുമാണ്. ഇതെങ്ങനെ റീഡ് ചെയ്യുന്നത് വെച്ചാൽ A12 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളത്തിലെ എലമെന്റ് എന്നാണ്. പിന്നെ A23 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയില് തേർഡ് കോളത്തിലെ എലമെന്റ്, അങ്ങനെയാണ്. നെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ഓഫ് മെട്രിക്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റോ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് വെച്ചാൽ മെട്രിക്സ് ഇസ് ഓൺലി വൺ റോ, അതായത് ഒരു റോ മാത്രമുള്ള മെട്രിക്സിനാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൽ വൺ ഓർ മോർ കോളംസ് ഉണ്ടാവാം. ഇത് കാണുമ്പോൾ ഒരു സിംഗിൾ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് വാല്യൂസ് പോലെ തോന്നി. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 1/n ആയിരിക്കും. ഇതൊരു റോ n നമ്പർ ഓഫ് കോളംസ് ആണ് ഉണ്ടാവുക. ഇതാണ് എക്സാമ്പിൾ ഇവിടെ 159. ഇതൊരു ഹൊറിസോണ്ടൽ പോലെ ഉണ്ടാവുക. നെക്സ്റ്റ് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് തൊള്ളി വൺ കോളം, അതായത് ഒരു കോളം മാത്രമുള്ള മെട്രിക്സും പിന്നെ എത്ര വൺ ഓർ മോർ നമ്പർ ഓഫ് റോസ് ഉണ്ടാവും. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് m/1 എന്നായിരിക്കും. അടുത്താണ് സ്ക്വയർ മെട്രിക്സ്. എ മെട്രിക്സ് വെയർ നമ്പർ ഓഫ് റോസ് ഈക്വൽസ് ടു നമ്പർ ഓഫ് കോളംസ്. അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയ മെട്രിക്സിനാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് n/n ആയിരിക്കും. ഈ സ്ക്വയർ മെട്രിക്സ് ലീനിയർ ആൽജിബ്രയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ചില സ്പെഷ്യൽ ഓപ്പറേഷൻസ് സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതായത് ഈ ഡിറ്റർമിനന്റ് കാണോ ഇൻവേഴ്സ് കാണോ അതെല്ലാം സ്ക്വയർ മെട്രിക്സ് മാത്രമേ ചെയ്യാൻ പറ്റൂ. ടൈപ്സ് ഓഫ് സ്ക്വയർ മെട്രിക്സ് നോക്കാം. ഫസ്റ്റ് വൺ ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിന്റെ എല്ലാ നോൺ ഡയഗണൽ എലമെന്റ് 0 ആയിരിക്കും. അതായത് ഡയഗണൽ എലമെന്റ് മാത്രം നോൺ സീറോ ആയിരിക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയഗണൽ മെട്രിക്സ് ആണ്. അതിലെല്ലാ ഡയഗണൽ എലമെന്റും ഈക്വൽ ആയിരിക്കും. അത് നോൺ ഡയഗണൽ എലമെന്റ് 0 ആയിരിക്കും. ഡയഗണൽ എലമെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓൾ സ്കേലാർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും, ബട്ട് എല്ലാ ഡയഗണൽ മെട്രിക്സും സ്കേലാർ മെട്രിക്സ് അല്ല. നെക്സ്റ്റ് വൺ ഈസ് ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഓൾ ഡയഗണൽ എലമെന്റ് 1 ആയിരിക്കും, ബാക്കി എല്ലാ എലമെന്റും 0 ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേറെ ടൈപ്സ് ഓഫ് മെട്രിക്സ് നോക്കാം. സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് മെട്രിക്സ് വേർ ഓൾ എലമെന്റ് ആർ 0. ഇത് എല്ലാ എലമെന്റും അതിൽ 0 ആയിരിക്കും. അത് ഓർഡർ എന്ത് ഓർഡർ ആയാലും കുഴപ്പമില്ല, അത് അതിൻ്റെ അകത്ത് എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് സിമെട്രിക് മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസ് ട്രാൻസ്പോസ്. അതായത് A ഈക്വൽ ടു A ട്രാൻസ്പോസ്. അതായത് ഇതിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ AIJ ഈക്വൽ ടു AJI ആയിരിക്കണം. അതായത് എലമെന്റ് ഇൻ ദ ith റോവും എലമെന്റ് ഇൻ ദ jth കോളവും മസ്റ്റ് ബി ഈക്വൽ ടു ദ എലമെന്റ് ഇൻ ദ jth റോ ആൻഡ് എലമെന്റ് ഇൻ ദ ith കോളം. അതാണ് ഇതിന്റെ കണ്ടീഷൻ. നെക്സ്റ്റ് മെട്രിക്സ് ഓപ്പറേഷൻസ് ആണ്. ഇതിൽ എഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. മെട്രിക്സ് എഡിഷനും സബ്ട്രാക്ഷനും വളരെ സിമ്പിൾ ആണ്. എഡിഷനും സബ്ട്രാക്ഷനും പോസിബിൾ ആണെങ്കിൽ രണ്ട് മെട്രിക്സും സെയിം ഓർഡർ ആയിരിക്കണം. അതായത് സെയിം നമ്പർ ഓഫ് റോവും സെയിം നമ്പർ ഓഫ് കോളം ആയിരുന്നാലേ എഡിഷനും സബ്ട്രാക്ഷനും പോസിബിൾ ആവും. ഈ എഡിഷനും സബ്ട്രാക്ഷനും എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് എഡിഷൻ നോക്കാം. ഫസ്റ്റ് ഈ കാണുന്ന എക്സാമ്പിളിൽ ഫസ്റ്റ് മെട്രിക്സിലെ എലമെൻ്റായ 1 പ്ലസ് സെക്കൻഡ് മെട്രിക്സിലെ എലമെൻ്റായ 5 പ്ലസ് ചെയ്യും. പിന്നെ ഫസ്റ്റ് മെട്രിക്സിലെ എലമെൻ്റായ 2 സെക്കൻഡ് മെട്രിക്സിലെ എലമെൻ്റായ 6 കൂടി പ്ലസ് ചെയ്യും. പിന്നെ ഫസ്റ്റ് മാട്രിക്സ് എലമെൻ്റായ 3 സെക്കൻഡ് മാട്രിക്സ് എലമെൻ്റായ 7 കൂടി പ്ലസ് ചെയ്യും. പിന്നെ ഫസ്റ്റ് മാട്രിക്സിലെ എലമെൻ്റായ 4 സെക്കൻഡ് മാട്രിക്സ് എലമെൻ്റായ 8 കൂടി പ്ലസ് ചെയ്യും.
ഇങ്ങനെ തന്നെയാണ് സബ്ട്രാക്ഷനും ചെയ്യുന്നത്, മൈനസ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഈസ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ വിചാരിച്ചാൽ മൾട്ടിപ്ലൈയിങ് എവറി എലമെന്റ് ഓഫ് മെട്രിക്സ് ബൈ സെയിം നമ്പർ. അതായത് ഒരു നമ്പർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മെട്രിക്സിൻ്റെ ഓർഡറിനെ എഫക്റ്റ് ചെയ്യില്ല. ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ ഈ കാണുന്ന മെട്രിക്സിനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 1 into 2, 2 into 4, 2 into 2, 2 into 3, അങ്ങനെ ഒരു പുതിയ മെട്രിക്സ് കിട്ടും ഇതിന്. പക്ഷേ ഇതിൻ്റെ ഓർഡർ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. നെക്സ്റ്റ് വൺ ഇസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. 2 മെട്രിക്സ് എ ആൻഡ് ബി മൾട്ടിപ്ലൈ ചെയ്യേണ്ടെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ മസ്റ്റ് ബി ഈക്വൽ ഓഫ് നമ്പർ ഓഫ് റോസ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ. പിന്നെ റിസൾട്ടൻ മെട്രിക്സിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ മെട്രിക്സ് എൻ്റെ ഓർഡർ m/kയും മെട്രിക്സ് ബിൻ്റെ ഓർഡർ k/n ആണെങ്കിൽ റിസൾട്ടൻ മെട്രിക്സ് സിൻ്റെ ഓർഡർ m/n ആയിരിക്കും. ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നു നോക്കാം. നമുക്ക് ഈ 2/2 മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഇതിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് 1 ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആഡ് ചെയ്യും. അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ സെക്കൻഡ് എലമെൻറ്റായ 2 ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ എലമെൻറ്റായ 1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. ഇത് കാണാം, 1 into 2 plus 2 into 1 equal to 4 കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റായ 1 ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ സെക്കൻഡ് എലമെൻറ്റായ 0-നൊപ്പം മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് മെട്രിക്സിൻ്റെ സെക്കൻഡ് എലമെൻറ്റ് 2 ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ എലമെൻറ്റായ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. അങ്ങനെയാണ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് മെട്രിക് ഈസ് ഫൗണ്ട് ബൈ ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ്. അതായത് ഒരു മെട്രിക്സിൻ്റെ റോസ് കോളംസ് ഇൻ്റർ ചെയ്തുകൊണ്ട് കിട്ടുന്ന മെട്രിക്സിനെയാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുക. മെട്രിക്സ് എന്റെ ijth എലമെൻറ്റ് എ ട്രാൻസ്പോസിൽ jth എലമെൻറ്റായി മാറും. പിന്നെ മെട്രിക്സ് എൻ്റെ ഓർഡർ m/n ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ n/m ആയി മാറും. ഇതിലൊരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ a equal to 1 2 3 4 5 6 എന്ന ഒരു മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആയിരിക്കും. അതിൻ്റെ എ ട്രാൻസ്പോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 1 4 2 5 3 6. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/2 ആയിരിക്കും. ഡിറ്റർമിൻ്റ് എന്ന് വെച്ചാൽ എ സ്കെയിലർ വാല്യൂ കാൽക്കുലേറ്റഡ് ഫ്രം എ സ്ക്വയർ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിൻ്റ് എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ, ഡയഗണൽ തമ്മിൽ മൾട്ടിപ്ലൈ ആയിട്ട് മൈനസ് ചെയ്താൽ മതി. ഇവിടെ ഒരു മെട്രിക്സ് കൊടുത്തിട്ടുണ്ട് 4 6 3 8 എന്ന് പറഞ്ഞാൽ, ഇവിടെ ഡയഗണൽ എലമെൻ്റ് 4 8 മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ 3യും 6 മൾട്ടിപ്ലൈ ആയിട്ട് മൈനസ് ചെയ്യും. അങ്ങനെയാണ് ഡിറ്റർമിൻ്റ് കിട്ടുന്നത്. ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്. ഇൻവേഴ്സ് കാണുന്നത് ആദ്യം നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യണത്. ഡിറ്റർമിൻ്റ് നോൺ സീറോ ആണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് കാണാൻ പറ്റും. ഇങ്ങനെ ഇൻവേഴ്സ് കാണാന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ചെയ്യാൻ നോക്കാം. ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ട് 4 7 2 6. ഇത് ആദ്യം നമ്മൾ ഡിറ്റർമിൻ്റ് ആണ്. ഡിറ്റർമിൻ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഡയഗണൽ സ്വാപ്പ് ചെയ്യാം. അതായത് ഇവിടെ 4 6 നമ്മൾ സ്വാപ്പ് ചെയ്ത് 6 4 എന്നാക്കി. പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് ഡയഗണൽ എലമെൻസിൻ്റെ സൈന് ഇൻ്റർചേഞ്ച് ചെയ്യാം. -2 -7 ആവും. പിന്നെ ഇത് കിട്ടിയ മെട്രിക്സ് ഡിറ്റർമിൻ്റ് ആയ 10നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഇൻവേഴ്സ് കിട്ടുന്നത്. നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. ഗിവൺ മെട്രിക്സ് എ ആൻഡ് ബി ബിലോ, കാൽക്കുലേറ്റ് 2a + b. രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് എ ആൻഡ് ബി. നമ്മൾ 2a + b കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ 2a മെട്രിക്സ് എനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ. ഇത് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മെട്രിക്സ് എയിലെ 3 എലമെൻ്റായ 3 1 4 2 ഇതിനെല്ലാം കൂടി 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് 6 2 8 4 കിട്ടും. പിന്നെ ഈ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യാം. നമ്മൾ 6 + 1 2 + 0 8 + 2 4 + 5 അങ്ങനെ 7 2 10 9 എന്ന പുതിയ മെട്രിക്സ് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.